ഈ വെയിലായപ്പോഴാട്ടോ ഈ മുല്ല എങ്ങനെയും പൂത്തിട്ടുള്ളത്. ഇത്രയും കാലം ഇതിനെ തീരെ മെയിൻ്റ് ആക്കിയിട്ടില്ലേനു. ഇപ്പോൾ ചെടി നിറച്ചും മുല്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ തന്നെ മറക്കും ഇത് പറിച്ചാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇതിൻ്റെ ചോട്ടിലൊക്കെ ആകെ ചീഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിങ്ങനെ കാണുമ്പോൾ പറിക്കാതിരിക്കാൻ തോന്നൂലല്ലോ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മാല കെട്ടിയിട്ട് തലി ചൂടി കൊടുക്കാം കേട്ടോ. ഏതായാലും എല്ലാ പൂവും ഒന്നില്ലാണ്ട് പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ തട്ടുമുല്ല എന്നാട്ടോ പറയാം. ഒറ്റമുല്ലയുണ്ട് ഇങ്ങനെ തട്ടായി നിൽക്കുന്നതിന് തട്ടുമുല്ല എന്നാട്ടോ പറയാം. ഇതാണ് മാല കോർക്കാൻ കുറച്ചും കൂടി ഭംഗിയായിട്ടുള്ളത്. ചെറിയ മരം ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ മൊട്ടാക്കാൻ പറ്റിയിട്ടോ. അങ്ങനെ ഇങ്ങനെ മൊട്ടാക്കി എടുത്തിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് കോർക്കാനൊരു പൂതി കേട്ടോ. ഏതായാലും കോർത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് സൂചിയല്ല, മുട്ട് സൂചിയിലാട്ടോ കോർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോർത്തപ്പോൾ സൂചി അങ്ങ് പോന്നു, മുല്ലപ്പൂവ് അവിടെ അങ്ങ് നിന്നും ചെയ്തു കേട്ടോ. ഏതായാലും ലാസ്റ്റ് കോർത്ത് വന്നപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയൊരു മാല തന്നെ കിട്ടിയത്. അതിൽ ഇടയ്ക്കുള്ള പൂക്കളൊക്കെ ചെറുതായി ചീഞ്ഞു.